അമരമ്പലം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ മാസങ്ങളായി ഭീതി പരത്തിയ കരടി വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിലകപ്പെട്ടു. ടി.കെ. നഗർ ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കെണിയിലാണ് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ കരടി അകപ്പെട്ടത്. പൂജാദ്രവ്യങ്ങൾ ഭക്ഷിക്കാനായി പഞ്ചായത്തിലെ ടി.കെ. നഗർ, കവള, മുക്കട്ട, ചുള്ളിയോട്, ചെട്ടിപ്പാടം, ഒളർവട്ടം, പുഞ്ച തുടങ്ങിയ മേഖലകളിൽ ക്ഷേത്രങ്ങളിൽ എത്തുന്നത് പതിവാക്കിയിരുന്നു കരടി. ക്ഷേത്രത്തിൽ സൂക്ഷിച്ച നെയ്യ്, എണ്ണ, ശർക്കര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഭക്ഷിക്കാനെത്തുന്ന കരടി വ്യാപകമായ നാശം വരുത്തിയാണ് മടങ്ങാറ്. ഒപ്പം കൃഷിയിടങ്ങളിൽ സ്ഥാപിച്ച തേൻപെട്ടികൾ തകർത്തും തേനടകൾ ഭക്ഷിച്ചും കർഷകർക്ക് വൻ നഷ്ടവും വരുത്തിയിരുന്നു. മനുഷ്യജീവന് ഭീഷണിയായ കരടിയെ പിടികൂടണമെന്ന നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് വനംവകുപ്പ് മേഖലയിൽ 2 കെണികളും കരടിയുടെ നീക്കം നിരീക്ഷിക്കാൻ ക്യാമറകളും സ്ഥാപിച്ചത്. എന്നാൽ കൂട്ടിൽ കയറാതെ ക്ഷേത്രങ്ങളിലെത്തിയ കരടി നാശം വരുത്തുന്നത് പതിവായി. വ്യാഴാഴ്ച വൈകിട്ട് ടി.കെ. നഗറിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കെണിയിൽ കൂടുതൽ തേനടകൾ സ്ഥാപിച്ച വീണ്ടും വനംവകുപ്പ് അധികൃതർ കെണി ഒരുക്കിയതോടെ കരടി കൂട്ടിലകപ്പെടുകയായിരുന്നു. നിലമ്പൂർ സൗത്ത് ഡിഎഫ്ഒയുടെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തിയ കാളികാവ് വനം റേഞ്ച് ഓഫീസർ പി. രാജീവിന്റെയും ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ.പി. അഭിലാഷിന്റെയും നേതൃത്വത്തിലുള്ള വനപാലകർ സ്ഥലത്തെത്തി കരടിയെ കൂടുസഹിതം അമരമ്പലം RRT ക്യാമ്പ് ഓഫീസ് പരിസരത്തേക്ക് മാറ്റി. വെറ്ററിനറി സർജനെത്തി പരിശോധന നടത്തി ഉന്നതാധികാരികളുടെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് റേഞ്ച് ഓഫീസർ പറഞ്ഞു. കരടിനെ നമ്മൾ വെറ്ററിനറി കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് RRT ഓഫീസിലേക്ക് മാറ്റുന്നതാണ്. തുടർന്ന് ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കരടിയെ തുറന്നു വിടുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതാണ്. അതേസമയം കാലങ്ങളായി ജനവാസ മേഖലയിൽ ഭീതി വിതച്ച കരടിയെ പിടികൂടിയതോടെ ആശ്വാസത്തിലാണ് നാട്ടുകാരും. പ്രിയപ്പെട്ടവരെ, നമ്മള് ഇപ്പൊ ഒരു സന്തോഷമാണ്. കാരണം ഈ സന്തോഷം ഇനി അധികം ദിവസം നീണ്ടു നിൽക്കും എന്നുള്ളതാണ് നമ്മളെ പ്രതീക്ഷ. കാരണം നമ്മൾ ഈ കരടീനെ ഇവിടെ ഇന്ന് ടി.കെ. കോളനി അമ്പലത്തിൽ വെച്ച് പിടികൂടി ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് നമ്മളിത് പിടികൂടിയിട്ടുള്ളത്. ഇപ്പോൾ DFO ആണെങ്കിലും റേഞ്ച് ഓഫീസർ ആണെങ്കിലും ഡെപ്യൂട്ടി ആണെങ്കിലും ഒക്കെ പറഞ്ഞത് അവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കരടിയെ ഇവിടുന്ന് കയറ്റാൻ സമ്മതിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലും മേഖലയിൽ ഭീതി വിതച്ച കരടിയെ സമാനമായ രീതിയിൽ പിടികൂടി കരിമ്പുഴ വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന കരുളായി ഉൾവനത്തിൽ വിട്ടയച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പിടികൂടിയ കരടിയെ കാട്ടിൽ തുറന്നു വിടരുതെന്നും മൃഗശാലയിലേക്ക് മാറ്റണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കേരള വിഷൻ, വണ്ടൂർ.